സീസൺ അനുസരിച്ച് നിറം മാറുന്ന ലേക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പ്രിംഗ് സമ്മർ സീസണുകളിൽ നിറം മാറുന്ന തുർക്കിയിലെ ലേക്ക് തൂസിന്റെ വിശേഷങ്ങളാണ്. കൂടാതെ ഇസ്താംബുളിൽ നമ്മൾ ഫസ്റ്റ് ഡേ എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതിന്റെ വിശേഷങ്ങൾ കൂടിയാണ്. നമ്മുടെ ലാസ്റ്റ് 3 വീഡിയോസ് തുർക്കിയിലെ കപ്പഡോക്കിയയുടെ വിശേഷങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ കപ്പഡോക്കിയയിൽ നിന്നും ഇസ്താംബുളിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ്. ഏകദേശം 730 കിലോമീറ്റർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഡ്രൈവാണ് കപ്പഡോക്കിയയിൽ നിന്നും ഇസ്താംബുളിലേക്കുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് ലേക്ക് തൂസ് എന്ന് പറയുന്ന ഒരു ലേക്കിലാണ്. തുർക്കിയിലെ 2ാമത്തെ ഏറ്റവും വലിയ ലേക്കാണിത്. അതുകൂടാതെ ലോകത്ത് വെച്ച് ഡെഡ് സീ കഴിഞ്ഞാൽ സലൈനിറ്റി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ഒരു വെള്ളത്തിലാണ്. സ്പ്രിംഗ് സമ്മർ സീസണുകളിൽ സൺലൈറ്റ് കുറച്ച് കൂടിയ ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ ഈ ലേക്കിലുള്ള ആൽഗേസ് പിങ്ക് റെഡ് കളറിലുള്ള ഒരു പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽഗേസ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു ലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പിങ്ക് കളറായിട്ട് മാറും. ഒത്തിരി മൂവി സോങ്സ് ഒക്കെ ഈ ഒരു ലേക്ക് തൂസിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം വാട്ടറിൽ സലൈനിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള ഇസ്താംബുളിൽ മാത്രമാണ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ളത്. ഷെങ്കൻ വിസ വെച്ച് തുർക്കി നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒരുപോലെ നമുക്ക് സിമ്പിളായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് തുർക്കി. ഇവിടെ ഇ വിസയാണ്. അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വിസ കിട്ടും. അപ്ലൈ ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് മെയിൽ വരുന്നതാണ്. നമ്മൾ ഇപ്പം ട്രാവൽ ചെയ്യുന്നത് 1.5 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ബോസ്ഫോറസ് ബ്രിഡ്ജിലൂടെയാണ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും ഏഷ്യൻ ഭൂഖണ്ഡത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ബോസ്ഫോറസ് ബ്രിഡ്ജ്. നമ്മൾ കപ്പഡോക്കിയ ട്രാവൽ ചെയ്തത് കാറിലായിരുന്നു. എന്നാൽ ഇസ്താംബുളിലെത്തിയപ്പം കാറ് നമ്മൾ റിട്ടേൺ ചെയ്തു. കാരണം അടിപൊളി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഇസ്താംബുളിലുള്ളത്. ഇതുപോലെയുള്ള ടിക്കറ്റ് മെഷീനുകൾ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ചെറിയൊരു എമൗണ്ട് പേ ചെയ്തിട്ട് കാർഡ് എടുക്കണം. അതിനുശേഷം ടിക്കറ്റ് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് അതിൽ റീചാർജ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ 3 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഒരു സിംഗിൾ കാർഡാണ് എടുത്തിട്ടുള്ളൂ. ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ 3 തവണ സ്വൈപ്പ് ചെയ്താൽ മതി. നമ്മൾ 3 കംപ്ലീറ്റ് ഡേ ആയിരുന്നു ഇസ്താംബുൾ സിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഈ ഒരു 3 ദിവസം 3 പേർക്കും കൂടി റീചാർജ് ചെയ്തിട്ടുള്ളത് ഏകദേശം 1000 TL അടുത്താണ്. നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ ബ്ലൂ മോസ്ക് ആണ്. ഏകദേശം 3000-ലധികം പള്ളികൾ ഇസ്താംബുൾ സിറ്റിയിൽ മാത്രമുണ്ട്. ഇതിൽ നമ്മൾ ബ്ലൂ മോസ്കും ഹാഗ സോഫിയാണ് മെയിനായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2 പ്ലേസും വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം പ്രോപ്പർ ഡ്രസ്സിംഗ് ആണ്. ഷോൾഡർ കവർ ചെയ്യുക, അതുപോലെ തന്നെ കാൽമുട്ടിന് താഴെ വരെ കവർ ചെയ്യുക. അതുപോലെ ഇതിനകത്ത് കയറാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കയ്യിൽ ഒരു ഷോൾ കരുതുക. ഷോൾ ഇട്ടാൽ മാത്രമേ ഉള്ളിലേക്ക് അവർ സമ്മതിക്കുള്ളൂ. പിന്നെ നമ്മളെ കയ്യിൽ ഷോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവരൊരു ഗ്രീൻ കളറ് തുണി പോലൊരു സാധനം തരും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലൂ മോസ്ക് വിസിറ്റേഴ്സിന് ഫ്രീ ആണ്. ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രയർ ടൈമിന് ഒരു ½ അവർ മുന്നേ തന്നെ അവർ വിസിറ്റേഴ്സിന് ഡോറ് ക്ലോസ് ചെയ്യും. പ്രയറിന് മുന്നേയുള്ള ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണിത്. നമ്മൾ ബ്ലൂ മോസ്കിൽ എത്തുന്നത് ഏകദേശം ളുഹർ നിസ്കാരത്തിന്റെ സമയത്ത്, അതായത് ഉച്ച സമയത്തുള്ള ആ ഒരു നിസ്കാരത്തിന്റെ ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കാനാണ് അകത്ത് കയറിയിട്ടുള്ളത്. വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പ്രയർ ടൈം ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അകത്ത് കയറാൻ വേണ്ടിയിട്ട്. വിശപ്പ് എന്ന് പറയുന്ന വാക്ക് തന്നെ മറന്നുപോയൊരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് തുർക്കി യാത്ര. കാരണം അവിടുത്തെ വെറൈറ്റി ഫുഡുകളാണ്. സ്വീറ്റ്സ് ആണെങ്കിലും സ്ട്രീറ്റ് ഫുഡുകളാണെങ്കിലും ഒക്കെ ഒത്തിരി വെറൈറ്റി ഫുഡുകൾ അവൈലബിൾ ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് തുർക്കിയിലെ ഗ്രില്ല് ചെയ്ത ചെസ്നട്ട് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളെ നാട്ടിലൊന്നും അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമല്ല ഇത്.
ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ബ്ലൂ മോസ്കിൽ നിന്നും 3-4 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഹാഗ സോഫിയയിലേക്ക്. ഹാഗ സോഫിയ വിസിറ്റ് ചെയ്യാൻ നമ്മൾ പെർ പേഴ്സൺ 25 യൂറോ ടിക്കറ്റ് എടുക്കണം. അല്ലെങ്കിൽ പ്രയർ ടൈം ആണെങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് അകത്ത് കയറാം. അപ്പൊ നമ്മൾ 3 ഫാമിലി 3 പേര് മുസ്ലിംസ് ആണ്. അപ്പൊ എന്തായാലും അടുത്ത ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കണം. അങ്ങനെ നമ്മൾ 25 യൂറോ പെർ പേഴ്സൺ അവിടെ സേവ് ചെയ്തു. ഹാഗ സോഫിയയുടെയും ബ്ലൂ മോസ്കിന്റെയും അടുത്ത് തന്നെയായിട്ടാണ് ബസിലിക്ക സിസ്റ്റേൺ നമ്മുടെ അടുത്ത ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബസിലിക്ക സിസ്റ്റേൺ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈഡഡ് ടൂർ ഗെറ്റ് യുവർ ഗൈഡ് വഴിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരാൾക്ക് ഏകദേശം 25 യൂറോ ആണ് ടിക്കറ്റ് വരുന്നത്. തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള ഇസ്താംബുൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന നഗരമാണ്. അതുകൊണ്ട് തന്നെ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് ഇവർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. റിസർവോയറുകളിലും മറ്റും ശേഖരിക്കുന്ന ഉപരിതല വാട്ടർ ടണലുകൾ വഴി ഇതുപോലെയുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജുകളിലേക്ക് മാറ്റിയാണ് പണ്ട് തൊട്ടേ ഇവര് ശുദ്ധജലം ഉപയോഗിച്ചു വരുന്നത്. ഇസ്താംബുളിൽ മാത്രം ഏകദേശം 80-ലധികം ഇതുപോലെയുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് പ്ലേസുകൾ ഉണ്ട്. എന്നാൽ ബസിലിക്ക സിസ്റ്റേൺ മാത്രം ഇത്രയും ഫേമസ് ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂവീസ് ആണ്. ജെയിംസ് ബോണ്ട്, ഫ്രം റഷ്യ വിത്ത് ലവ്, ഇൻഫോർണോ പോലെയുള്ള ഒത്തിരി മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയ എന്നാണ്. അങ്ങനെ 80-ലധികം അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് സിസ്റ്റം ഉള്ള ഈ ഒരു നഗരത്തിൽ ബസിലിക്ക സിസ്റ്റം മാത്രം ഒത്തിരി ഫേമസ് ആയി. പണ്ട് കാലത്ത് ഇവരുടെ കുടിവെള്ളത്തിന്റെ ഒരു മെയിൻ സോഴ്സ് ആയിരുന്നു ഈ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലെ വലിയൊരു വാട്ടർ സോഴ്സിൽ വിഷാംശം പോയിസൺ പോലെയുള്ള കണ്ടന്റ് വന്നാലോ എന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇതിൽ മീനുകളെ വളർത്തിയിരുന്നു. അപ്പൊ വിഷാംശം അല്ലെങ്കിൽ പോയിസൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും മീനുകൾ ചത്തുപൊങ്ങും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗ്രാൻഡ് ബസാറിലേക്കാണ്. അതും ഈ ഒരു ഏരിയയിൽ നിന്ന് 10-12 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് സിറ്റിയിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ളത്. ഇസ്താംബുളിന്റെ മേജർ ഒരു പാർട്ട് വരുന്നത് യൂറോപ്യൻ സൈഡിലാണ്, എന്നാൽ കുറച്ച് ഭാഗം ഏഷ്യൻ സൈഡിലും ഉണ്ട്. എന്നാൽ ടൂറിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയകളൊക്കെ വരുന്നത് യൂറോപ്യൻ സൈഡിലാണ്. ഈ ഒരു യൂറോപ്യൻ സൈഡിൽ തന്നെ അപ്പർ പാർട്ടും ഉണ്ട്, ലോവർ പാർട്ടും ഉണ്ട്. ഫസ്റ്റ് ഡേ നമ്മൾ ഇതിന്റെ ലോവർ പാർട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നെക്സ്റ്റ് ഡേ നമ്മൾ അപ്പർ പാർട്ട് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കുറേ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടാവും. എന്നാൽ തുർക്കിയിൽ നമുക്ക് ഇതിന്റെ ഒക്കെ ഇടയിൽ കുറേ ഡിസ്ട്രാക്ഷൻ വരും. ഷോപ്പിങ്ങിന് പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇസ്താംബുളിൽ. അതുപോലെ തന്നെ വെറൈറ്റി ഫുഡുകൾ. നമ്മൾ ഓരോ ലൊക്കേഷൻ കഴിഞ്ഞ് അടുത്ത ലൊക്കേഷന് മുന്നേ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു വഴിയൊക്കെ 10 മിനിറ്റ് ഒക്കെ നടക്കുന്നതിൽ നമ്മൾ ഒത്തിരി ടൈം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. നമ്മൾ ബസിലിക്ക സിസ്റ്റേണിൽ നിന്നും ഗ്രാൻഡ് ബസാറിലേക്ക് പോകുന്ന വഴി ഹാഫിസ് മുസ്തഫ, തുർക്കിയിലെ തന്നെ ഏറ്റവും ഫേമസ് സ്വീറ്റ് ഷോപ്പാണ് ഹാഫിസ് മുസ്തഫ. ഇവർക്ക് ദുബായിലടക്കം മൊത്തത്തിൽ 17 ബ്രാഞ്ചുകളാണുള്ളത്. അതിലൊരു ബ്രാഞ്ച് ഈ ഒരു വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വീറ്റ്സ്, പ്രത്യേകിച്ച് ഫുഡിന് ശേഷം കഴിക്കുന്ന സ്വീറ്റ്സ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ട്രഡീഷനാണ് തുർക്കിയുടേത്. അപ്പൊ ഹാഫിസ് മുസ്തഫ പോലെ ഒരു ഷോപ്പ് ശരിക്കും തുർക്കിയുടെ ട്രഡീഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് ഓതന്റിക് രീതിയിലാണ് അവർ നമുക്കത് സെർവ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഗ്രാൻഡ് ബസാർ ആണ്. തുർക്കിയുടെ ട്രഡീഷനും കൾച്ചറും മനസ്സിലാക്കാൻ ഇതിലും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ നമുക്ക് വേറെ കിട്ടാനില്ല. നമ്മൾ ഗ്രാൻഡ് ബസാറിൽ എത്തുന്നത് ഏകദേശം വൈകുന്നേരം 6 മണിക്കാണ്. 7 മണിക്ക് ഗ്രാൻഡ് ബസാർ ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും അവിടെ വരെ വന്നതല്ലേ, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങാന്ന്. എന്നാൽ 7 മണിക്ക് ഗ്രാൻഡ് ബസാർ ക്ലോസ് ചെയ്യും എന്ന് പറയുന്നത് പുറത്തു നിന്നും വരുന്ന പുതിയ കസ്റ്റമേഴ്സിനാണ്. അപ്പൊ നമ്മൾ 7 മണിക്ക് മുന്നേ അതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഷോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഷോപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ മതി. അതായത് നമ്മൾ ഏകദേശം രാത്രി 8 മണി വരെ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അവരും പറഞ്ഞു കുഴപ്പമില്ല, കാരണം അകത്തുള്ളവര് പോയതിന് ശേഷം മാത്രമേ അവര് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ക്ലോസ് ചെയ്യുന്നുള്ളൂ.
നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ലൊക്കേഷൻ തുർക്കിയിലെ വിവാദമായ ഹാഗ സോഫിയ പള്ളിയാണ്. 1450 ഒട്ടോമാൻ എംപയർ അല്ലെങ്കിൽ തുർക്കിഷ് എംപയർ ഭരണത്തിൽ വരുന്നത് വരെ ഇതൊരു ചർച്ചായിരുന്നു. അതിനുശേഷമാണ് ഇതൊരു മുസ്ലിം പള്ളിയായി മാറിയിട്ടുള്ളത്. ആ സമയത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ ഉണ്ടായിരിക്കേണ്ട ഫിസിക്കലി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ മാറ്റുകയും ഒരു മുസ്ലിം പള്ളിക്ക് ആവശ്യമായിട്ടുള്ള മിമ്പർ, മിനാരത്ത്, പ്രസംഗിക്കാൻ വേണ്ട പ്ലാറ്റ്ഫോം തുടങ്ങിയ ഒത്തിരി ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്നാൽ അതിനകത്ത് ഇപ്പോഴും ഒത്തിരി ക്രിസ്ത്യൻ റിമൈനിങ്സ് ഉണ്ട്. മൊസൈക്കിൽ ചെയ്തിട്ടുള്ള യേശുവിൻ്റെയും മേരിയുടെയും ഒക്കെ പെയിന്റിങ്സ് നീക്കം ചെയ്യൽ അന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അവര് മറ്റ് പല സാധനങ്ങളും വെച്ച് കവർ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഒരു മുസ്ലിം പള്ളിയിൽ ഒരിക്കലും ഇതുപോലെയുള്ള ചിത്രങ്ങളോ സാധനങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ ആ ഒരു പള്ളിയുടെ അകത്ത് ചുമരുകളിൽ പല ഏരിയകളിലും നമുക്ക് മേരിയുടെയും യേശുവിൻ്റെയും ഒക്കെ പെയിന്റിങ്സ് കാണാൻ പറ്റും. ഇതിന് കാരണം മൊസൈക്കിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് അവിടുന്ന് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്കായിട്ടോ കമൻ്റ് ആയിട്ടോ ഒക്കെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.